ഹലോ ഗൈസ്, ദിസ് ഈസ് ഡോക്ടർ സദാം. നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വാഹനം ഉപയോഗിക്കുന്നവർ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് വണ്ടി കഴുകുന്നതാണ്. അതായത് വണ്ടി കഴുകുന്നത് മിസ്റ്റേക്ക് അല്ല. വണ്ടി കഴുകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ആ ഒരു പാറ്റേൺ എപ്പോഴാണ് ഫോം ചെയ്യേണ്ടത്, എപ്പോഴാണ് വെള്ളം അടിക്കേണ്ടത്, ഇത് പലരും പല രീതിയിൽ പല പാറ്റേണിലാണ് വീടുകളിലാണെങ്കിലും അതുപോലെ ഗ്യാരേജുകളിലാണെങ്കിലും ഒക്കെ ചെയ്യുന്നത്. ഇന്ന് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് വണ്ടി വാഷ് ചെയ്യേണ്ടത് എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പാറ്റേണിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഷൈനിങ്ങും വണ്ടിയുടെ പെയിൻറ്റും ഒക്കെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റഡ് ആയിട്ട് കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും നമ്മളെ ഫോളോ ചെയ്യുക. വീഡിയോ വൺ ബൈ വൺ, അതായത് ഒരു വണ്ടി നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ വിത്ത് അവർ ചാനൽ. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് കാർ വാഷിങ്ങിന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ വണ്ടി വരുമ്പോൾ തന്നെ വണ്ടിയിലുള്ള അഴുക്ക്, അതായത് വെറും ചെളിയും മണ്ണും മാത്രമാണോ, അതെന്തെങ്കിലും കോൺക്രീറ്റിൻ്റെ എന്തെങ്കിലും പാർട്ടിക്കിൾസ് ഉണ്ടോ, അല്ലെങ്കിൽ ടാറിൻ്റെ എന്തെങ്കിലും പാർട്ടിക്കിൾസ് ഉണ്ടോ, പെയിൻ്റ് ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് കെമിക്കൽസോ അങ്ങനെ എന്തെങ്കിലും വേണ്ടിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഉള്ളത് ഫുൾ തറവായിട്ടൊരു എക്സ്റ്റീരിയർ ഇൻസ്പെക്ഷൻ നടത്തുക. അപ്പോൾ വാഹനം വാഷ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് 2 കാര്യങ്ങൾ. അതായത് നമ്മുടെ വണ്ടിയുടെ ഇന്റീരിയർ ക്ലീനിങ്ങും അതുപോലെ നമ്മുടെ എക്സ്റ്റീരിയർ ബോഡി ക്ലീൻ ചെയ്യുന്നത്. ഇന്റീരിയർ ക്ലീൻ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ മാറ്റ്സ് ഒക്കെ എടുക്കുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ വണ്ടിയുടെ ഡോറിൻ്റെ സൈഡിലുള്ള പാഡ്സിൻ്റെ അതിരിക്കുന്ന സർവ്വ സാധനങ്ങളും നമ്മൾ ആദ്യമേ എടുത്ത് പുറത്തിടുക. അതായത് ഇതിൻ്റെ അകത്ത് ഒരു സാധനം വെക്കാം. നമ്മളെ വാക്യൂം ചെയ്യുന്നതിന് മുമ്പ് ഈ സൈഡിൽ ഇതുപോലെ പോക്കറ്റുകളിലൊക്കെ ഇരിക്കുന്ന കുപ്പികൾ, പാത്രങ്ങൾ, അതുപോലെ എന്തെങ്കിലും വേസ്റ്റ് പേപ്പറുകൾ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എടുത്ത് പുറത്ത് പോകും. വാക്യൂം ചെയ്യുമ്പോൾ ഇതെല്ലാം അകത്ത് കയറി പോകും. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കൂടി എടുത്ത് ഒരു പ്ലാസ്റ്റിക് ബാഗിൽ സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം ആദ്യം തന്നെ നിങ്ങൾ ഇതിൻ്റെ അകത്തുള്ള മാറ്റ്, വണ്ടിയുടെ മാറ്റ് എടുത്ത് പുറത്തിടുക. അതിന് ശേഷമാണ് ഈ ഒരു വണ്ടി വാക്യൂം ചെയ്യേണ്ടത്. ഫസ്റ്റ് മാറ്റ് ഔട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് വണ്ടി വണ്ടി ഇന്റീരിയർ ഫുള്ള് നല്ല രീതിയിൽ ഡീപ്പായിട്ട് വാക്യൂം ചെയ്തെടുക്കണം. സോ പ്രോപ്പറായിട്ട് വാക്യൂം ചെയ്തതിന് ശേഷം ആദ്യമേ നമ്മൾ ഡീഗ്രീസർ അപ്ലൈ ചെയ്യാം. ടയേഴ്സ്, അലോയ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന മാറ്റിൽ എല്ലാം നമുക്ക് ഡീഗ്രീസേഴ്സ് അപ്ലൈ ചെയ്യാം. മാറ്റ് റബ്ബർ മാറ്റ് ആണെന്നുണ്ടെങ്കിൽ ഡീഗ്രീസർ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോം ചെയ്ത് നമ്മൾ വാഷ് ചെയ്താൽ മതിയാവും. ക്ലോത്ത് ടൈപ്പ് അങ്ങനെയുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോം ചെയ്തിട്ട് വാഷ് ചെയ്താൽ മതിയാവും. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡീഗ്രീസർ അപ്ലൈ ചെയ്യാം. അതായത് ഹാർഡ് പ്ലാസ്റ്റിക്സിലും അതുപോലെ എന്താ പറയുക, നമ്മുടെ അലോയ്സിലെല്ലാം ഡീഗ്രീസ് ചെയ്തതിന് ശേഷം വണ്ടി ഫുള്ളായിട്ടൊന്ന് ഫോം ചെയ്യുക. അതായത് ഫസ്റ്റ് പ്രൈമറി ഫോമിങ് നടത്തുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതായത് ഫുൾ ബോഡി നമ്മൾ ആദ്യമേ തന്നെ വെള്ളം അടിക്കുന്നതിന് മുമ്പ്, അതായത് സാധാരണ എല്ലാവരും ആദ്യം വെള്ളം അടിച്ച് ഡേർട്ടൊക്കെ കഴുകിക്കളയാൻ നോക്കും. അപ്പോൾ ഡേർട്ട് അല്ലെങ്കിൽ ചെളിയൊക്കെ ഈ സ്ഥലത്ത് നമ്മൾ ഡയറക്റ്റായിട്ട് വെള്ളം അടിച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഒരു മാർക്കുണ്ട്, ബോഡിയിൽ സ്ക്രാച്ചസും മാർക്കൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ഹാർഡായിട്ട് ഇരിക്കുന്ന അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു ഗ്രിറ്റിനെ ഒന്ന് സോക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് ലൂസൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഈ ഫോമിങ് ചെയ്യുന്നത്. ഫോമിങ് ചെയ്ത് കുറച്ച് നേരം ഇതിങ്ങനെ ഇട്ടിരിക്കുക. അപ്പോൾ ആ ഡേർട്ടൊക്കെ ലൂസ് ആവുന്ന ടൈമിൽ നമുക്ക് ടയേഴ്സും അലോയ്സും ഒക്കെ ബ്രഷ് ചെയ്യാനും, അതുപോലെ പ്ലാസ്റ്റിക് സ്കർട്ടിങ്സും, അതുപോലെ റണ്ണിങ് ബോർഡ്സൊക്കെ നോർമൽ പ്ലാസ്റ്റിക്സ് ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഈ ഡേർട്ട് മുകളിൽ നിന്ന് ലൂസനാവുന്ന സമയത്ത് തന്നെ നമുക്ക് വീൽ ആർച്ചസും അതുപോലെ ഈ അലോയ്സും എല്ലാം നല്ല രീതിയിൽ പ്രഷർ ഗണ്ണ് വെച്ച്, വാട്ടർ പ്രഷർ ഗണ്ണ് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് അടിച്ച ആ ഒരു പ്രൈമറി ഫോം അടിച്ചിരിക്കുന്നത് ഫുള്ളായിട്ട് നല്ല രീതിയിൽ നമ്മുടെ പ്രഷർ വാഷർ ഗണ്ണ് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് റിൻസ് ചെയ്ത് കളയുക. അപ്പോഴത്തേക്ക് ഈ ലൂസായിട്ടുള്ള ഡേർട്ടെല്ലാം തന്നെ ഓൾറെഡി നമ്മുടെ ബോഡിയിൽ നിന്ന് പോയിട്ടുണ്ടാവും. അതിന് ശേഷമാണ് നമ്മുടെ സെക്കൻഡറി ഫോമിങ്, നമ്മൾ വൈപ്പ് ചെയ്യാൻ വേണ്ടി, ബോഡി വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു സ്മൂത്ത്നെസ്സിനും ആ ഒരു ഇതിന് ഷൈനിങ്ങിനും വേണ്ടിയിട്ട് നമ്മൾ വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സെക്കൻഡറി ഫോമിങ് ചെയ്യേണ്ടത്. അതും ഓൾ ഓവർ ദ ബോഡി ഫുള്ളായിട്ട് നല്ല രീതിയിൽ തിക്കായിട്ടുള്ള ഫോം വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ഫോം ചെയ്യാൻ വേണ്ടി. അതിനുശേഷം വണ്ടി നമുക്ക് മൈക്രോ ഫൈബർ ക്ലോത്സോ അല്ലെങ്കിൽ മൈക്രോ ഫൈബർ ഗ്ലൗസുകൾ കിട്ടും. അത് വെച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ഏറ്റവും മുകൾ ഭാഗത്തും താഴേക്ക് മാത്രമേ വൈപ്പ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ വൈപ്പ് ചെയ്യുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും സർക്കുലർ മോഷനിൽ, അതായത് വട്ടത്തിലിങ്ങനെ കറക്കി നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്, വട്ടത്തിലിങ്ങനെ കറക്കി ബോഡിയിൽ വൈപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഓൾവേസ് ഹൊറിസോണ്ടലായിട്ട് മാത്രം, എങ്ങനെയെങ്കിലും ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ വണ്ടി ഫോം വെച്ചിട്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും എന്ത് വെച്ചിട്ടാണെങ്കിലും സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻസിൽ മാത്രമേ വൈപ്പ് ചെയ്യാൻ പാടുള്ളൂ. സർക്കുലർ മോഷനിൽ ഒരിക്കലും വൈപ്പ് ചെയ്യരുത്. സർക്കുലർ മോഷനിൽ വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള സ്വേൾ മാർക്സ് ലേറ്റർ ഓൺ വരാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. അതുപോലെ നമ്മൾ പെയിൻറ്റഡ് സർഫസിൽ യൂസ് ചെയ്യുന്ന ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ എന്താ പറയുക, ഹാർഡായിട്ടുള്ള പ്ലാസ്റ്റിക്സിലും അതുപോലെ ഏറ്റവും ലോവർ പോർഷനിൽ മണ്ണൊക്കെ പിടിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലൊന്നും മാക്സിമം ഉപയോഗിക്കാതിരിക്കുക. സെപ്പറേറ്റ് ക്ലോത്ത്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രയും കൂടെ നല്ലതാണ്. ഞാൻ സാധാരണ ഒരു 200 GSM-ലൊക്കെ ഉള്ള ഒരു ക്ലോത്താണ് ഈ ഒരു ബോഡി പെയിൻറ്റഡ് സർഫസിൽ വൈപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.
അപ്പോൾ ഫുൾ ബോഡി നമ്മൾ വൈപ്പ് ചെയ്തതിന് ശേഷം വിത്ത് ഫോം വെച്ച് വൈപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും കംപ്ലീറ്റ്ലി ബോഡി ഒന്ന് റിൻസ് ചെയ്യേണ്ടതാണ്. അതായത് നമുക്ക് എക്സ്ട്രാ ഇരിക്കുന്ന ഫോമും കാര്യങ്ങളും എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റിൻസ് ഔട്ട് ചെയ്ത് കളയുക. അതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്യാരേജിൽ എയർ ബ്ലോവർ ഉണ്ടെന്നുണ്ടെങ്കിൽ എയർ ബ്ലോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇല്ല എന്നുണ്ടെങ്കിൽ എയർ ബ്ലോ ചെയ്തിട്ട് നമുക്ക് ഈ ബീഡിങ്സ്, അതായത് വണ്ടിയുടെ പാനലുകളുടെ ഇടയ്ക്ക്, ഓരോ പാനലിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിലൊക്കെ നല്ല രീതിയിലൊന്ന് എയർ ചെയ്യാൻ പറ്റുമെങ്കിൽ എയർ ചെയ്യാം. എയർ ചെയ്തതിന് ശേഷം ഒരു 500 GSM അല്ലെങ്കിൽ 400 GSM മേളിലുള്ള ക്ലോസ് വെച്ചിട്ട് അതും ഇതുപോലെ സ്ട്രെയിറ്റ് ലൈനിൽ മാത്രം വൈപ്പ് ചെയ്തെടുക്കുക. എക്സ്ട്രാ വരുന്ന വെള്ളം മുഴുവൻ നല്ല രീതിയിൽ വൈപ്പ് ചെയ്തെടുക്കുക. വണ്ടിയുടെ ഒരു പ്രോപ്പർ വാഷിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് വരുന്നത് വണ്ടിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോളിഷുകളാണ്. അതായത് വിൻസ്ക്രീനിൽ എന്ത് ടൈപ്പ് പോളിഷ് ചെയ്യണം, അതുപോലെ ടയേഴ്സിലും എന്ത് ടൈപ്പ് പോളിഷാണ് ഉപയോഗിക്കേണ്ടത്, അതുപോലെ ഹാർഡ് പ്ലാസ്റ്റിക്സിൽ എന്താണ് ഉപയോഗിക്കേണ്ടത്, പെയിൻറ്റഡ് സർഫസിൽ എന്താണ് ഉപയോഗിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഓട്ടോമോട്ടീവ് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഫോളോ ചെയ്യുക. സോ ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ടേക്ക് കെയർ ആൻഡ് ബൈ.